നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നും പരിശോധന തുടരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത് ഇന്നും നടക്കും. മരണസംഖ്യ 398 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. അതുപോലെ വയനാട്ടിലെ പുനരധിവാസം, ദുരന്തഭൂമിയിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നു. ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നൊബേൽ ജേതാവ് ഡോക്ടർ മുഹമ്മദ് യൂനുസ് ആയിരിക്കും നയിക്കുക. ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ അഭയത്തിനായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ സമീപിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന. ഇതിൻ്റെയൊക്കെ വിവരങ്ങളിലേക്ക് നമുക്ക് വിശദമായി വരേണ്ടതുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ സൂചിപ്പാറ മലയിൽ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് താഴേക്കിറക്കി തെരച്ചിൽ നടത്തിയിരുന്നു. മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നും സമാന രീതിയിലുള്ള പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും 90% പരിശോധന പൂർത്തിയായി എന്നാണ് സർക്കാരിന്റെ നിലപാട്. സൈന്യം പറയുന്നതിനനുസരിച്ചുള്ള പോയിന്റുകളിൽ ഇന്നും തെരച്ചിൽ തുടരുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ള തെരച്ചിൽ ഇന്നും ഉണ്ടാകും. ഓരോ സോണുകളിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? മരണസംഖ്യ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ്? ഈ കാണാതായവരുടെ വിവരശേഖരണം അത് തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന അന്തിമ കണക്ക് എന്നുള്ള നിലയിൽ ആ കണക്ക് എങ്ങനെയാണ്? തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ ശ്രീജിത്ത്. ടി കെ രജിത്ത്, മരണസംഖ്യ 398 എന്നൊരു നമ്പറിലേക്ക് ഏറ്റവും ഒടുവിൽ പോയിരിക്കുന്നു. ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ മൃതദേഹങ്ങളും അടക്കമുള്ള ഒരു കണക്ക് ആണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ 398 എന്നൊരു നമ്പറിലേക്ക് പറയാൻ കഴിയുന്നത്. കാണാതായവരുടെ കണക്ക് സർക്കാർ പറയുന്ന 221 എന്ന നമ്പറിൽ നിന്ന് കൂടുതൽ ഉയരാൻ തന്നെയാണ് സാധ്യത. എന്നാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണക്ക് എടുപ്പ് ഇന്നലത്തോടുകൂടി ഏതാണ്ട് പൂർത്തിയായി എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാണാതായവരുടെ ലിസ്റ്റ് അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കും. ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുഴങ്ങുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു വിവരശേഖരണം നടത്തി കഴിഞ്ഞാൽ ആ ഒരു കണക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും പല ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഈ മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വളരെയധികമുണ്ട്. പല പാടികളും ഒലിച്ചുപോയ, അവർ താമസിച്ച പല പാടികളും ഒലിച്ചുപോയ അവസ്ഥയിലാണുള്ളത്. സ്വാഭാവികമായി അവരെ കണ്ടെത്താനുള്ള ആവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരിൽ തന്നെ, ഇതര സംസ്ഥാന തൊഴിലാളികളിൽ തന്നെ രക്ഷപ്പെട്ട ആളുകളിൽ നിന്ന് കൃത്യമായ രീതിയിൽ അവരുടെ ഭാഷ അറിയുന്ന ആളുകളെ കൊണ്ട് ഒരു വിവരശേഖരണം നടത്തുന്നുണ്ട്. അതിൽ നിന്നാണ് ഏതാണ്ട് ഒരു 50% ഒരു കണക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു കണക്കെടുപ്പ് തുടരുക തന്നെയാണ്. എന്തായാലും ആ 398 എന്നൊരു നമ്പറിൽ നിന്ന് അത് കൂടുതലായി തന്നെ ഉയരാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഏതാണ്ട് 90% പരിശോധനകൾ പൂർത്തിയായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നാട്ടുകാർ പറയുന്നതനുസരിച്ച്, സൈന്യത്തിന്റെ ഒക്കെ ഒരു നിലപാടിനനുസരിച്ച് ചില പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന അവിടെ മാത്രം ഒതുക്കി അവിടെ മാത്രം കുറെ ആളുകളെ, സേനയെയും അതുപോലെ തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന മേഖലയിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും സൂചിപ്പാറയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ മാർഗം ആ മേഖലയിൽ ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. അവിടേക്ക് താഴേക്ക് ഇറങ്ങി 12 അംഗ സംഘമാണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. എന്തായാലും ആ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചാലിയാർ പുഴയിലേക്ക് കള്ളാടിപ്പുഴയും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്ന് വരുന്ന പുഴയും ഒഴുകി സംഗമിക്കുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ടാകും, ആളുകളുടെ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആ പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു തെരച്ചിൽ എന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ പോയിന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്കായിരിക്കും ഇനിയുള്ള ദിവസം കടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു റീബിൽഡ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സമയമായിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുമൊക്കെ
പറയുന്നുണ്ട്. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ മറ്റു മേഖലകളിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലേക്കും സർക്കാർ കടക്കുന്നുണ്ട്. ഇന്നലത്തെ തെരച്ചിലിന് സൂചിപ്പാറ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു. പക്ഷേ അവിടെ നടത്തിയ തെരച്ചിലിൽ ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി ആ മേഖലയിലുള്ള സജീവമായ തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ ശ്രീത്? ടീക്കറേത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ സൂചിപ്പാറ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചാലിയാറിൽ നിന്ന് വഴി നിലമ്പൂർ വഴി രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എത്താൻ ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ ഒരു സംഘം കുടുങ്ങി ആ മേഖലയിൽ നിന്ന് അവസാനം എയർലിഫ്റ്റ് സൈന്യം വന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മേഖലയാണത്. അങ്ങനെ നടന്നെത്താൻ കഴിയുന്നൊരു മേഖലയല്ല. ഹെലികോപ്റ്റർ മാർഗം മാത്രമാണ് ആ പ്രദേശത്ത് ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു തെരച്ചിലായിരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. സൈന്യം ഇന്നലെ ഏതാണ്ട് ഒരു രാവിലെ മുതൽ ഒരു 11 മണി മുതൽ 3 മണി വരെ വ്യാപകമായ തെരച്ചിൽ ഈ പ്രദേശത്ത് കള്ളാടിപ്പുഴയും അതുപോലെ തന്നെ ഈ ചൂരൽമലയിൽ നിന്ന് വരുന്ന പുഴയും സംഗമിക്കുന്ന മേഖലയിൽ നടത്തിയിരുന്നു. പാറക്കെട്ടുകൾ ഈ അവിടെ നിന്ന് പുഞ്ചിരിമട്ടത്ത് മേഖലയിൽ നിന്നൊക്കെ ഉരുൾപൊട്ടി വന്ന ആ പാറ കഷ്ണങ്ങളായി വലിയ തോതിൽ മൺകൂണുകളൊക്കെ രൂപപ്പെട്ട ഒരു മേഖലയാണ്. സ്വാഭാവികമായ പരിശോധനകൾ ഇന്നും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് കൂടാതെ മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ കടലിൽ ഒരു പരിശോധന കൂടി ഇന്ന് ആരംഭിക്കുമെന്ന് അറിയുന്നു. അതിനുവേണ്ടി ഉള്ള സംവിധാനങ്ങളും കൂടി ഒരുക്കുന്നുണ്ട്. അതും ഒരുപക്ഷെ ഈ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ സഹായത്തോടു കൂടിയായിരിക്കും ആ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ ഒരു പരിശോധനകളിൽ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെടുക്കാനാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ പക്ഷേ കാര്യമായ ഒന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ തെരച്ചിൽ നിർത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ റീബിൽഡ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ശ്രീത്ത്, ഈ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ സംസ്കാരം അത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടു. അക്കാര്യത്തിൽ തുടർന്നുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ആലോചിക്കുന്നത് ശ്രീത്ത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർണ്ണമായി പുത്തുമലയിൽ ഹാരിസന്റെ ഭൂമിയിലായിരുന്നു ഈ സംസ്കാരങ്ങൾ നടന്നത്. അവിടെയൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ സംസ്കാരങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഇന്നലെയും സമാനമായ രീതിയിലുള്ള സംസ്കാരങ്ങൾ നടന്നു. അവിടെ വലിയ കുഴിയെടുത്ത് സർവ്വമത പ്രാർത്ഥനയോടുകൂടി സർക്കാരിന്റെ എല്ലാവിധ ഗാർഡ് ഓഫ് ഓണറും ഒക്കെ നൽകി തന്നെയാണ് ഉപചാരങ്ങളും ഒക്കെ നൽകി തന്നെയാണ് ഈ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് വിട നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള ഈ മൃതശരീരങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. സമീർ ബിൻ കരീം കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ചാലിയാറിന്റെ തീരത്തുള്ള തെരച്ചിലും ഇന്ന് തുടരുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ പ്ലാൻ ദൗത്യസംഘം ആലോചിക്കുന്നത്? ഇന്നലെയും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇന്നത്തെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സമീർ ബിൻ കരീം? റജിത്ത്, ഇന്ന് വിപുലമായ ഒരു തിരച്ചിൽ ചാലിയാർ പുഴയിലോ പരിസരങ്ങളിലോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പകരം പ്രാദേശികമായുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇന്നലെ ഉണ്ടായതുപോലെ, അതായത് ചാലിയാർ പുഴയോട് ചേർന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, അവരുടെ സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ ഇവർ ചേർന്നുള്ള ഒരു തിരച്ചിലായിരിക്കും പ്രധാനമായും ഇന്ന് നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പൊത്തുകല്ല് മുതൽ വാഴക്കാട് വരെയുള്ള ഏതാണ്ട് 70 കിലോമീറ്ററോളം ദൂരത്തായിരിക്കും ഈ ഒരു തിരച്ചിലുണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ ചില സന്നദ്ധ പ്രവർത്തകരും ഈ ബോട്ട് ഇറക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലും ഈ ഭാഗത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വനത്തിനുള്ളിൽ ഇന്ന് തിരച്ചിൽ പ്രധാനമായും ഉണ്ടാകില്ല. പകരം ഏതെങ്കിലും വിധത്തിൽ വനത്തിനുള്ളിൽ ഒരു സംശയാസ്പദമായി എന്തെങ്കിലും വിവരം ലഭിക്കുകയോ അതല്ലെങ്കിൽ മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആരെങ്കിലും ഒക്കെ അറിയിപ്പോ നൽകുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് വനത്തിനുള്ളിലേക്ക് തണ്ടൽ ബോട്ട് അടക്കമുള്ള സേനകൾ കയറി തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെയുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 9 മണിയോട് കൂടെയായിരിക്കും ഇതിൽ തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ശരി, ചാലിയാറിലെ തിരച്ചിൽ രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. വനമേഖല കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ തിരച്ചിൽ ഇന്നുണ്ടാവില്ല. സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ വനമേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുള്ള തിരച്ചിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം അവലോകനം ചെയ്യും. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടും ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും മന്ത്രിസഭായോഗം പരിഗണിക്കും. എത്ര നാൾ രക്ഷാപ്രവർത്തനം തുടരണമെന്ന കാര്യവും മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. സ്കൂളുകളിലെ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് അധ്യയനം തുടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സർക്കാരിന്റെ നേതൃത്വത്തിൽ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ പ്രാഥമിക ചർച്ചകളും ഒരുപക്ഷെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള പുരോഗതി മന്ത്രിസഭായോഗം വിലയിരുത്തുകയും ചെയ്യും.
ടൗൺഷിപ്പിനുള്ള സ്ഥലം ഏറ്റെടുക്കലടക്കം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാകും. റവന്യൂ വകുപ്പിന്റെ പക്കലുള്ള ടൗൺഷിപ്പിന് ഉതകുന്ന ഭൂമിയുടെ കണക്ക് സർക്കാർ ശേഖരിച്ചിരുന്നു. ദുരിതബാധിതർക്കുള്ള ധനസഹായത്തിന്റെ കാര്യത്തിലും മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ആഘോഷങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ലോകത്തെ അറിയിച്ചിരുന്ന ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു, എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന കുമാരൻ. മുണ്ടക്കൈ ദുരന്തത്തിൽ കുമാരനും ഭാര്യയും ഈ നാടിനോട് വിട പറഞ്ഞു. നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ട കുമാരനെ വേദനയോടെയാണ് ഇന്ന് സുഹൃത്തുക്കൾ ഓർക്കുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഗുഡ് ഈവനിങ്. കുമാരൻ വയനാട് നിങ്ങളുടെ ഒരുത്തനാട്ടോ. ഞാൻ നിൽക്കുന്നത് വെള്ളാരമല വില്ലേജ്, മേപ്പാടി പഞ്ചായത്ത് വെള്ളാരമല വില്ലേജിൽ ചൂരൽമല പാലത്തിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓണവും ക്രിസ്തുമസും പെരുന്നാളും എന്നിങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ ആഘോഷവും ക്യാമറയിൽ പകർത്തി ലോകത്തെ കാണിച്ചിരുന്നത് കുമാരനാണ്. എസ്റ്റേറ്റ് ജീവനക്കാരനായ കുമാരൻ ഒഴിവു സമയങ്ങളിലാണ് തൻ്റെ കൊച്ചു മൊബൈൽ ഫോണിൽ വീഡിയോകൾ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറ്. ഇതാണ് പുഴ കേട്ടോ. ഈ പുഴയിൽ മഴക്കാലത്ത് വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ഈ ഭാഗം താമസിക്കുന്ന ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി എത്ര പെട്ടെന്ന് നീക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഇത് എല്ലാ വർഷം മഴക്കാലത്ത് വെള്ളം കയറുന്ന ഭാഗങ്ങളാണ്. ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും ദൃശ്യഭംഗി തുടർച്ചയായി കുമാരൻ കാണികളിലെത്തിച്ചു. മുണ്ടക്കൈ പാലവും വെള്ളാർമല സ്കൂൾ ഗ്രൗണ്ടും മിക്കപ്പോഴും കുമാരന്റെ ബ്ലോഗുകളിൽ സ്ഥിരം ഫ്രെയിമുകളായിരുന്നു. അതേ വെള്ളാർമല സ്കൂളിന് സമീപത്തു നിന്നാണ് കുമാരന്റെയും ഭാര്യയുടെയും മൃതദേഹം ലഭിച്ചത്. മുണ്ടക്കൈയിൽ പറഞ്ഞാൽ എല്ലാം അറിയപ്പെടുന്ന ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിലും അത് ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ വഴി പുറത്ത് എത്തിക്കലും അങ്ങനെ ഒരു ചെറിയ ചെറിയ പരിപാടിയായി മുന്നോട്ട് പോയതാണ്. എസ്റ്റേറ്റ് വർക്കറാണ്. പിന്നെ എല്ലാ ഡിവിഷനുകളിലും ചെറിയ ചെറിയ കുറി വെച്ച് നല്ല സഹായം കാര്യങ്ങളൊക്കെ ആണ്. എല്ലാ മേഖലയിലും അവന് പൊതുവായിട്ട് നല്ല ചെറിയ ചെറിയ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ വീട് പോയതും പിന്നെ എല്ലാവരും വീട്ടിൽ പോയി ഈ കിറ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ സ്വന്തം ചെലവിൽ എടുത്ത് ചെയ്തൊരു വ്യക്തിയാണ്. നാട്ടുകാരുടെ വിഷയങ്ങളിൽ ഇടപെടാനും ജനകീയ വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും കുമാരൻ എന്നും ശ്രദ്ധ പുലർത്തി. പുഞ്ചിരിയോടെ മാത്രമായിരുന്നു കുമാരനെ എന്നും നാട്ടുകാർ കണ്ടിരുന്നത്. അപകടം നടക്കുന്ന അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോക്കടിയിൽ കുമാരേട്ടൻ സേഫാണോ എന്ന ചോദ്യങ്ങൾ നിരവധി കാണാം. ഷഹദ് റഹ്മാൻ, 24 വയനാട്. വയനാട് ദുരന്തത്തിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും ഉരുൾ കൊണ്ടുപോയതിന്റെ വേദനയിലാണ് ഫിർഷാദ്. ഉപ്പയും ഉമ്മയുമടക്കം 5 പേരെയാണ് നഷ്ടമായത്. മഴയെ തുടർന്ന് സുരക്ഷിത സ്ഥാനമെന്ന് കരുതി അഭയം തേടിയ വീടാണ് പൂർണ്ണമായും തകർന്നത്. മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഫിർഷാദും കുടുംബവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിച്ചു. പക്ഷേ വിധി മറിച്ചായിരുന്നു. കനത്ത മഴയിൽ വെള്ളം വീട്ടിലേക്ക് ഇരച്ചു കയറി. പുറകെ ഭൂമി കുലുക്കി ഉരുൾപൊട്ടി. ഫിർഷാദും ഭാര്യയും മകളെ കോരിയെടുത്ത് ഓടി രക്ഷപ്പെട്ടു. കുടുംബത്തിലെ ബാക്കി 5 പേരും മണ്ണിനടിയിലായി. വൈഫിൻ്റെ കുട്ടീനെ കരച്ചിലായിട്ട് നമ്മൾ പെട്ടെന്ന് എണീക്കണം. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് കൂടെ ഒക്കെ ഭയങ്കര ശബ്ദമാണ്. ഈ മരങ്ങളും കല്ലൊക്കെ കൂട്ടിയിടിക്കണം, ഭയങ്കര ഇതായി. വീട്ടിലുള്ള എല്ലാവരും കരയുന്നും കാര്യങ്ങളും. നമ്മുടെ വീട്ടിൽ അന്ന് 10-13 പേരോളം ഉണ്ടായിരുന്നു, പ്രായമായ ഉപ്പ ഉമ്മ എല്ലാവരും. നമ്മൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ വീട്ടിന് മുന്നിലൊക്കെ മരങ്ങൾ വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. സഹോദരനെയും ഭാര്യയെയും ലഭിച്ചു. ഉമ്മയെയും ഉപ്പയെയും സഹോദരന്റെ കുട്ടിയെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകി കാത്തിരിക്കുകയാണ് ഈ മകൻ. നമ്മളൊരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഫോൺ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നമ്മളൊരു കവറിൽ ആ ഫോൺ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. റെസ്ക്യൂ ചെയ്യുന്ന ആർമി പാലത്തിൻ്റെ അപ്പുറം കടത്തുന്നത് വരെ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ വൈഫ് ബോധം കെട്ട് വീണ് അവളെ എടുത്ത് വരിക ചെയ്ത്. അവളെ കയ്യിൽ നിന്ന് ഈ കവർ, അപ്പോൾ കവർ അവിടെ എല്ലാവരും വാങ്ങിയിട്ട് എന്തോ പാസ് ചെയ്ത് അവിടെ വെച്ചാണ്. അപ്പോൾ അതിൽ നമ്മളെ വീട്ടുകാരെ കുറച്ച് ഫോട്ടോസും ബാക്കി കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. ഫോൺ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രക്ഷപ്പെടുന്നതിനിടയിൽ ഇവരുടെ രേഖകളും കുടുംബാംഗങ്ങളുടെ ഫോട്ടോയും അടങ്ങിയ ഫോൺ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ പെട്ടുപോയി. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഫിർഷാദ്. 24 വയനാട്. ദുരന്തത്തിൽ ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് തീരാവേദനയാണ്. പക്ഷേ അടുത്ത ഉറ്റവരുള്ളപ്പോൾ അനാഥ ശരീരമായി മണ്ണിലടക്കപ്പെടുക എന്നത് ബന്ധുക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും വേദന ഇരട്ടിയാക്കും. ദുരന്തത്തിൽ മരിച്ച ഹരിദാസിന്റെ കഥയും അങ്ങനെയാണ്.
ചൂരൽമല ന്യൂ വില്ലേജ് പരിസരത്തടിഞ്ഞ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടെയുണ്ടായിരുന്നു. രാവിലെ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദൈന്യത നിറഞ്ഞ കണ്ണുകൾ കണ്ടാണ് വിവരം അന്വേഷിച്ചത്. നമ്മളെ അനിയന്റെ രൂപസാദൃശ്യമുള്ള ഒരു ബോഡി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന സമയത്ത് നമ്മൾ ഇവിടെ ചുറ്റുപാടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ബോഡിയാണ് ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് കണ്ടിട്ടുള്ളത്, ഏത് ബോഡി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായിട്ട് എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരെ ബോഡി എങ്ങനെയെങ്കിലും കിട്ടാനും കാണാനും അതിലൂടെ ബാക്കിയുള്ള ദുഃഖങ്ങളെല്ലാം അതിലൂടെയെങ്കിലും മറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ഒന്ന് കണ്ടല്ലോ എന്നുള്ള സമാധാനത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ ഇത്രയും പേരത്ത് അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു ബോഡി ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നമ്മളങ്ങനെ കറക്കുക എന്നല്ലാതെ കൃത്യമായിട്ട് ആ ബോഡി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും തയ്യാറായില്ല. ചൂരൽമല ഹൈസ്കൂൾ റോഡ് സ്വദേശി ഹരിദാസിന്റേതായിരുന്നു ആ മൃതദേഹം. ബന്ധുക്കൾ തിരിച്ചറിയാൻ വൈകിയതോടെ ഹരിദാസിന്റെ ശരീരം അനാഥരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു. ഇനി കിട്ടാനുള്ളത് പിന്നെ അമ്മായിയും ഉണ്ട്, പിന്നെ അമ്മയും ഉണ്ട്. അച്ഛൻ്റെ മാത്രമേ കിട്ടില്ല. അച്ഛൻ്റെ ചൊവ്വാഴ്ച രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇനി ആരുമില്ല. ഹരിദാസിനെ കൂടാതെ അച്ഛൻ ദാമോദരനെയും അമ്മ അമ്മാളുവിനെയും ഉരുൾ കൊണ്ടുപോയി. അടുത്ത ദിവസം തന്നെ അച്ഛന്റെ മൃതദേഹം കണ്ടെടുത്തു. അമ്മക്കായി തിരച്ചിൽ തുടരുകയാണ്. അവസാനമായി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും 176 നമ്പർ കുഴിമാടത്തിൽ ഹരിദാസൻ ഉറങ്ങുന്നുവെന്ന ആശ്വാസത്തിലാണ് സഹോദരങ്ങളുടെ മടക്കം. PS മനീഷിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, ടീം 24 വയനാട്. ബംഗ്ലാദേശ് വിഷയത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി പാർലമെന്റിൽ ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷാ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ വേണം എന്നാണ് ആവശ്യം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി ഘടകകക്ഷികളാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നു. അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ വിചാരണ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ അനുവദിക്കൂ എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അസാധാരണ സാഹചര്യമുണ്ടെന്ന വാദം ഇഡി കോടതിയിൽ ഇന്ന് ആവർത്തിക്കും. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നത് സംസ്ഥാനത്തെ ജുഡീഷ്യറിക്ക് കളങ്കമാകില്ല എന്നാണ് ഇഡിയുടെ വാദം. കേസിൽ ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇഡിയുടെ നിലപാട്. ഹർജി തള്ളണമെന്ന ആവശ്യം സംസ്ഥാനം ആവർത്തിച്ചെങ്കിലും കോടതി കഴിഞ്ഞ തവണ ഇത് അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിലെ നടപടികളെക്കുറിച്ച് ആരാഞ്ഞ കോടതി ഇക്കാര്യത്തിലെ പുരോഗതി അറിഞ്ഞ ശേഷം തീരുമാനം കൈക്കൊള്ളാം എന്നാണ് വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുള്ള 2 പേരെ കൂടി നിരീക്ഷണത്തിലാക്കി. നെല്ലിമുടി സ്വദേശികളായ അഖിൽ, സജീവ് എന്നിവരെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലുള്ള യുവാക്കൾക്കൊപ്പം കുളത്തിൽ കുളിച്ചവരാണ് ഇവരും. ഇതോടെ ആശുപത്രിയിൽ ഉള്ളവരുടെ എണ്ണം 7 ചികിത്സയിലുള്ള പേരൂർക്കട സ്വദേശി നിജിത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം UAE ആസ്ഥാനമായ VPS ഹെൽത്ത് കെയർ സ്ഥാപകൻ ഡോക്ടർ ഷംസീർ വയലിലാണ് മിൽറ്റിഫോസിൻ മരുന്ന് സൗജന്യമായി ലഭ്യമാക്കിയത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലയ്ക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ദുർബലമായ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായാണ് ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. അടുത്ത 5 ദിവസവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം. കേരള തീരത്ത് നാളെ രാത്രി 8:30 വരെ 1.3 മുതൽ 2.2 മീറ്റർ ഉയരമുള്ള തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ലക്ഷദ്വീപ് തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വഖഫ് ഭേദഗതി ബില്ല് ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇന്നോ നാളെയോ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി സാമുദായിക നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി സർക്കാർ ആശയവിനിമയം നടത്തി. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ വഖഫ് ബില്ല്. 40ഓളം ഭേദഗതികളാകും നിലവിലുള്ള വഖഫ് നിയമങ്ങളിൽ വരിക. ഭേദഗതികൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. ഏത് ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം ഉന്നയിച്ച് കണ്ടുകെട്ടാനുള്ള അധികാരങ്ങൾ പുതിയ നിയമം വന്നാൽ നഷ്ടമാകും. 2013 UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി. വഖഫ് ബോർഡിന് കൊണ്ടുവന്ന
അധിക അവകാശങ്ങൾ പുതിയ ഭേദഗതികളോടെ ഇല്ലാതാകും. മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയുമായ KV തോമസിന്റെ ഭാര്യ ഷെർലി തോമസിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് സംസ്കാരം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ തോപ്പുംപടിയിലെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. വൃക്കരോഗത്തെ തുടർന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. നോക്കാം ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങൾ. മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 200 മീറ്ററിൽ അമേരിക്കയുടെ ഗബ്രിയേലയ്ക്ക് സ്വർണം. 21.83 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് ഗബ്രിയേല സ്വർണം നേടിയത്. 100 മീറ്ററിലെ ജേതാവായ സെന്റ് ലൂസിയയുടെ ജൂലിയൻ ആൽഫ്രഡിനാണ് വെള്ളി. അമേരിക്കയുടെ തന്നെ ബ്രിട്നി ബ്രൗൺ വെങ്കലം സ്വന്തമാക്കി. ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. കൂടുതൽ റിപ്പോർട്ടുകളുമായി പ്രേക്ഷകർക്കൊപ്പം എത്തും സുഹൈൽ മുഹമ്മദും സ്മിത ഹരിദാസും. നമസ്കാരം.